പിന്നെ ഇതിൽ ഞാൻ മിസ് ചെയ്തൊരു കാര്യമുണ്ട്, കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഉള്ളെന്നുള്ള മാത്രമല്ല, വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കണേ, തൻ്റെ കഴുകൻ കുഞ്ഞുങ്ങളെ പോലെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അയൺമാൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് അവൻ ആ ഒരു R8 വരുന്ന സീന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. എനിക്ക് ഔഡി എന്ന് പറയുന്ന ബ്രാൻഡിലേക്കും അതുപോലെ തന്നെ R8 എന്ന് പറഞ്ഞൊരു കാറിലേക്കും ഒത്തിരി അധികം ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഡ്രീം ആക്കി തീർന്ന ഒരൊറ്റ സീനാണ് ആ ഒരു ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു അയൺമാനിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് നിങ്ങളുടെ അടുത്ത് R8 കുറിച്ച് സംസാരിക്കാനല്ല. നമ്മുടെ ഔഡിയുടെ വളരെയധികം വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അവരുടെ ഔഡിയുടെ A3 വേരിയൻറ്റിൻ്റെ ഡീസൽ വേരിയൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ പരിചയപ്പെടുന്നതിൻ്റെ അകത്ത് ഒരു സവിശേഷതയും കൂടെ ഉണ്ട്. ഈ കിടക്കുന്ന മോഡൽ എന്ന് പറയുന്നത് 2018 വേരിയൻ്റാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ, അതായത് ഞാൻ ഇപ്പോൾ DD മിസ്റ്റീൽസിലുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആൾ പുതിയൊരു വണ്ടിയിലേക്ക്, ഒരു 5-6 വണ്ടി ആശാനുണ്ട്, അപ്പോൾ പുതിയൊരു വണ്ടിയിലേക്ക് ആൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അത് നമ്മുടെ റെക്കമെൻഡേഷനിലാണ്, ഏത് ബ്രാൻഡാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിലേക്ക് ആൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ വെഹിക്കിൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ വെഹിക്കിൾ 2018 44,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി ഹിസ്റ്ററി, എല്ലാ സാധനം. അതായത് ഞാൻ നമ്പർ കാണിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഔഡി പോയി ചെക്ക് ചെയ്താൽ മതി. നമ്പർ കാണിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം, അതായത് ഒരു ചെറിയൊരു നട്ടോ ബോൾട്ടോ പോലും ഔഡി എന്നല്ലാതെ പുറത്തുനിന്ന്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ വർക്കുകളൊക്കെ BM ആണെങ്കിലും പുറത്ത് കൊടുത്ത് ചെയ്യും. പക്ഷേ ഇത് പുള്ളി എല്ലാം കമ്പനി കൊടുത്തേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്തുള്ള ഡീലർമാരെല്ലാം വന്ന് തൻ്റെ കഴുകൻ കുഞ്ഞുങ്ങളെ പോലെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, എന്തുകൊണ്ട് നമ്മുടെ ഇത്രയും നല്ലൊരു വെഹിക്കിളാണ്, അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റും, ഞാൻ സ്ഥിരം കാണുന്ന വണ്ടിയാണ്, അപ്പോൾ ഇത് ഇത്ര ഹിസ്റ്ററിയുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഓഡിയൻസിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൂടെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ അതിൻ്റെ പാട്ടായിട്ടാണ് ഇന്നൊരു ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ A3യുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്തൊക്കെയാണ്, ഹൂ ഷുഡ് ബൈ ദിസ് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് ഓൾസോ ആർക്കെങ്കിലും ഇതെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ വിളിക്കും കാണുമ്പോഴത്തേക്ക് സെൽ ഔട്ട് ആവും, കാരണം വെച്ചാൽ അത്രയും നല്ലൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ഔഡിയുടെ ആ ഒരു ഡിസൈൻ സ്റ്റൈലിന് കുറച്ചുകൂടി ഒരു ചേഞ്ച് വരുത്തിയ ഒരു വേരിയൻ്റാണ് ശരിക്കും ഒരു A3 എന്ന് പറയുന്നത്. A3യുടെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ ഒരു വോക്സ്വാഗൻ്റെ ജെറ്റ കൊണ്ടു നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വാല്യൂ ഫോർ മണിയിൽ നമുക്ക് ഈ ഒരു മോഡൽ കൊണ്ടു നടക്കാൻ പറ്റും. വളരെയധികം ഇൻഎക്സ്പെൻസീവ് ആണ് ഇവനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, മറ്റേ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ കിടക്കുന്ന വണ്ടി. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റിക്കും ടോർക്കിനും ഒത്തിരി അധികം അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. DSG ഗിയർ ബോക്സ് ആണ് ഇവന് വരുന്നത്. നമ്മൾ ഫ്രണ്ട് ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു ഭംഗിയുള്ളൊരു ഡിസൈൻ സ്റ്റൈൽ തന്നെയാണ്. ശരിക്കും ആ ഒരു സ്ക്വയറി ഷേപ്പാണ് താണ്ട് ത്രൂട്ട് പോയിരിക്കുന്നത്. ഔഡിയുടെ ആ ഒരു വലിയൊരു ഗ്രില്ല് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ആ ഒരു ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വരുന്ന 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഔഡി ഇതിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ A3ക്ക്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ 4 പുത്തൻ കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് നമുക്ക് ഹൈവേയിലൊക്കെ വളരെ സ്റ്റേബിളായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ ഔട്ട് സൈഡ്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ വളരെ രസമാണെന്ന് പറഞ്ഞ പോലെ അതിൽ രസമാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കോക്പിറ്റ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു A3യുടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഡോറൊന്ന് അടച്ച് കാണിച്ചു തരാം. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കണേ, എൻ്റെ മോനെ ആ ഒരു തട്ട് സ്റ്റൈലിൽ അവൻ എന്താണെങ്കിലും ക്ലോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഇവൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടുതൽ തന്നെ ബാക്ക് സീറ്റിൻ്റെ എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലോർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡീസലിൻ്റെ ഒരു ക്വിക്ക് പുൾ, അല്ലെങ്കിൽ ആ ഒരു ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ റോഡുമായിട്ട് നമുക്ക് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഡിസൈനിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ A3 എന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഏത് വണ്ടിയാണെങ്കിലും ഈ ഒരു നോർമൽ ഒരു എൻട്രി ലെവലിലേക്ക് പോകുമ്പോൾ കുറേ അധികം കോസ്റ്റ് കട്ടിങ് ഉണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിൻ ഒത്തിരി അധികം ഡൗൺ സൈസ് ചെയ്യും. പക്ഷേ ഔഡി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ആ ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല പുള്ളുണ്ട്. ഇതിൻ്റെ പെട്രോൾ ഏതാണ്ട് 1.5 ലിറ്ററാണ് വരുന്നത്. പക്ഷേ ഡീസൽ വരുമ്പോൾ ആ ഒരു 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. നമ്മൾ കണ്ട് ഇപ്പം നിങ്ങൾ കണ്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാലം എടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ അഗ്രസീവായിട്ട് പുള്ളാവും. ഈ DSG ഗിയർ ബോക്സ് എന്ന് പറയുന്നത് വളരെയധികം ക്വിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കത് അഗ്രസീവായിട്ട് നമുക്ക് ആ ഒരു ഗിയറിൻ്റെ ട്രാൻസ്മിഷൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ ആണെങ്കിലും നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ്. നമ്മൾ ഈ ചെറിയ കട്ടേഴ്സ് ഒന്നും കണ്ട് നമുക്ക് അറിയുന്നില്ല. ശരിക്കും എനിക്ക് ഫ്രണ്ട് വീൽ, എനിക്ക് ഡ്രിഫ്റ്റിംഗ് കുറച്ചുകൂടെ പേഴ്സണലി, ഞാൻ പ്രൊഫഷണലായിട്ടാണെങ്കിലും നമ്മൾ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഡ്രിഫ്റ്റിംഗ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അന്ന് ഞാൻ 3 സീരീസിലേക്ക് പോയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ A4 ആണെങ്കിലും ഇനി അതിലും
കുറച്ചുകൂടെ നിങ്ങൾക്ക് മെയിൻ്റനൻസ് കുറവുള്ള കുറച്ചുകൂടെ പുതിയൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ A3 ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇപ്പോൾ അകിൽ ബി റോൾസ് കാണിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് രസമാണെന്ന് നോക്കി, ഇവിടെ ആ ഒരു Audi എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ത്രൂ ഔട്ട് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസൈനിങ് ശരിക്കും ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു എലഗൻസ് നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഡിസ്പ്ലേ നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് പോപ്പപ്പ് ആയതുകൊണ്ട് അതിനിപ്പോൾ നമുക്ക് പോപ്പപ്പ് ആവണമെങ്കിൽ അകത്ത് വയ്ക്കാനുള്ള സെറ്റിങ്സും അങ്ങനെ എല്ലാവിധ ഫീലിങ്സും നമുക്കുണ്ട്. ശരിക്കും നമ്മളൊക്കെ യൂസ് ടു ആയിട്ടുള്ള ആ ഒരു വോക്സ്വാഗണിൻ്റെ ഫീല് കൃത്യമായിട്ട് നമുക്ക് ഈ വണ്ടിക്കകത്തോട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് സ്റ്റിയറിംഗ് റെസ്പോൺസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ദാണ്ട് ജസ്റ്റ് ഫ്രണ്ടിൽ വണ്ടി ഉണ്ട്. വണ്ടി ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഞാൻ ആ ഒരു പുള്ളൂടെ കാണിച്ചു തരായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ മിസ് ചെയ്തൊരു കാര്യമുണ്ട്, ഈ ഒരു പാഡിൽസും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അതിന് ഇവരതാണ്ട് ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു പെട്രോൾ എൻജിൻ പോകുന്ന പോലെ തന്നെ പെപ്പിയായിട്ട് ഇവൻ കയറുന്നുണ്ട്. ഇപ്പോൾ ഈ ഇതിൻ്റെ ഓണർ ശരിക്കും ഒരു ഡീസൽ എഞ്ചിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഞാൻ ആശാൻ 2 സഫാരിയൊക്കെ എടുത്തായിരുന്നു. ഒരെണ്ണമല്ല 2 സഫാരി എടുത്തു, അതും ഡീസൽ മാനുവൽ. പുള്ളി ഡീസൽ മാനുവലിൻ്റെ വലിയ ആരാധകനാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ വണ്ടിയാണെങ്കിലും പുള്ളി ഡീസൽ തന്നെ എടുക്കണം എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്ക് EV ഒക്കെ റെക്കമെൻഡ് ചെയ്തു. പക്ഷേ എന്നാലും ആശാന് മറ്റേ നമ്മുടെ ഡീസൽ പ്രോപ്പർ ഒരു ഫാനും തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ നാട്ടെ സ്പോർട്സിലേക്കും കൂടെ ഇട്ടു. ആ ഒരു DSTയുടെ ക്യുക്ക് പുള്ള് നിങ്ങൾ നോക്കിയാണേ, കണ്ടോ? ഇപ്പോൾ ദാണ്ട് 100 എത്തിയിട്ടുണ്ട്. ഏകദേശം 8 സെക്കൻഡിലോ അതിന് അണ്ടർലെങ്ങാണ്ട് 100 എത്തും. പക്ഷേ ആ ഒരു സെക്കൻഡിനേക്കാൾ ഉപരി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹാൻഡ്ലിംഗ് ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി ദാണ്ട് എവിടെ കയറണോ അവിടെ ആ ഒരു രീതിയിൽ നമുക്ക് ദാണ്ട് വണ്ടീനെ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ഒരു ശരിക്കും ഒരു A3യുടെ ഒരു ഭയങ്കര ഒരു മികവെന്ന് പറയുന്നത്. വളരെയധികം കോമ്പാക്റ്റബിൾ കാറായതുകൊണ്ട് നമുക്ക് സ്പോർട്സി ആയിട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫാമിലി ഒരു ലക്ഷറി കാറാണ് നോക്കുന്നതെങ്കിലും ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇതിന് വരത്തുള്ളൂ. എനിക്ക് ശരിക്കും വണ്ടി ഓടിച്ചിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഓടിക്കാനും ഒക്കെ ഭയങ്കര അധികം രസമായിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഇത് ഇത്രയും നല്ല രീതിയിൽ മിൻറ്റ് കണ്ടീഷനിൽ ഇരിക്കുന്നു പറഞ്ഞ് കംപ്ലീറ്റ്ലി കമ്പനി ഹിസ്റ്ററിയാണ്. അതായത് എല്ലാ Audi തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവൻ്റെ ചെറിയൊരു കുഞ്ഞൊരു ഇപ്പം നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പുറത്ത് കൊടുക്കുന്ന പറഞ്ഞാൽ ഇല്ല, എല്ലാം ഒരു ചെറിയ നട്ട് മാറിയിട്ടുണ്ട്, അതുപോലും സർവീസ് ഹിസ്റ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രോപ്പർലി അവർ പറയുന്ന എല്ലാം ചെയ്തു പോയേക്കുന്ന വണ്ടിയാണ്. മാത്രമല്ല 4 നാണ്ട് പുതിയ ടയേഴ്സ്, അതായത് കോണ്ടിനെൻ്റലിൻ്റെ ആ ഒരു പ്രീമിയം ടയേഴ്സ് ഉണ്ടല്ലോ, അതാണ് 4ലും കിടക്കുന്നത്. അപ്പോൾ ഇത് പുതിയൊരു വണ്ടി അപ്ഗ്രഡേഷൻ വന്നുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ്. ഇത്ര ലോ കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിനായിട്ട് ചോദിക്കുന്നത് 23 ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ KL07 വണ്ടിയാണ്. വളരെ മിൻറ്റ് കണ്ടീഷനിലുള്ള ഒരൊറ്റൊരാളുടെ ഓണർഷിപ്പിൽ ത്രൂ ഔട്ട് പോകുന്ന വെഹിക്കിളാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വേഗം ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ആളുടെ നമ്പർ, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ നല്ല വണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡ്രൈവിൽ ഒരു വീഡിയോ ചെയ്തിടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് ഇതെടുക്കാമല്ലോ. ഞാൻ ജസ്റ്റ് മറ്റേ ഹെഡ് ഗിയറൊക്കെ ഒന്ന് വെച്ച് ഒന്നുകൂടെ സ്പോർട്സ് മോഡിൽ ഇട്ടാൽ പുള്ളൊന്ന് കാണിച്ചു തരാം. കണ്ടോ? പുള്ളെന്നുള്ള മാത്രമല്ല, വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ ഇപ്പോൾ ബാക്കിൽ വണ്ടിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും കൂടെ ഒന്ന് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരാളുടെ വണ്ടി ആയതുകൊണ്ട് മൊത്തത്തിലൊന്നും ചവിട്ടിയില്ല. പക്ഷേ സ്ലോ ഡൗൺ ചെയ്ത് ചവിട്ടിയപ്പോൾ തന്നെ എന്ത് അഗ്രസീവായിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്ത് നോക്കി. ഇവിടെ ഒരു ഹമ്പുണ്ട്, അത് ഞാൻ ചാടിച്ച് കാണിച്ചു തരാം. കണ്ടോ? അതാണ് Audi എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജർമ്മൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ റിയൽ. ഇത് ശരിക്കും ഡീസലാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ആ ഒരു പെട്രോൾ ഗ്രൗള് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത്രയും ഇത് ഡീസലാണെന്ന് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ എഞ്ചിൻ പോലെയല്ല, ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് വേഗം വിളിക്കാം. മോസ്റ്റ് പ്രോബ്ലി അത് സെൽ ഔട്ടായി കാണും. സോ ദിസ് ഇസ് ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.